വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്ക് അറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വരുമോ, കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ, ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഇത് നമുക്ക് ഒരു അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ആവശ്യത്തിന് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ലേശം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. നാരങ്ങ നീര് ആക്ച്വലി മീറ്റ്സിനകത്ത് മീറ്റ് ടെൻഡർ ആക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും. പിന്നെ കുരു എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതെടുത്ത് മാറ്റേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആഡ് സം ഗരം മസാല, add some black pepper. ലൈം, സോൾട്ട്, ഗരം മസാല, പെപ്പർ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ആക്കി എടുക്കുക. And to this we can add yogurt or curd. Okay. ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. സോ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പച്ചമുളക്, ഓനിയൻ സ്ലൈസ് ചെയ്ത്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്താലും മതി. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. സോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഓരോ പീസ് എടുത്ത് മാറ്റി ഈ ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റി ഫ്രൈ ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം ബട്ടറിൽ. പാൻ ചൂടാകാൻ വെച്ചതിന് ശേഷം കുറച്ച് ബട്ടറും ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇത് ചിക്കൻ എടുത്ത് വറുത്തെടുക്കുക. ഇനി ഇതിൻ്റെ ഗ്രേവി ഇവിടെ ഉണ്ട്. അതിന് നെക്സ്റ്റ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ ആ ബാക്കി വന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കും. അടച്ച് വെച്ച് വേവിക്കാം.
യെസ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് എടുക്കാം. ഗരം മസാല ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യും.